പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. കോതമംഗലത്ത് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 31 വാർഡുകളിൽ ഓരോന്നിലും കഴിഞ്ഞ മാസം നടത്തിയ വാർഡ് തല സ്ക്രീനിംഗ് ക്യാമ്പുകളിൽ പങ്കെടുത്ത 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3000-ഓളം ആളുകളിൽ നിന്ന് പ്രാരംഭ ലക്ഷണങ്ങൾ സംശയിക്കുന്ന 350-ഓളം ആളുകളെയാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ട്. അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇത്തരം ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. ഇവിടെ ജനങ്ങളുടെ നമുക്കറിയാം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അതെല്ലാം നടത്തുക എന്നുള്ളത് മാത്രമല്ല ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ചുമതല. അപ്പോൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇത്ര വിപുലമായി ആദ്യമായിട്ടാണ് നഗരസഭയിൽ ഇത്തരമൊരു ക്യാമ്പ് നടത്തുന്നത്. 31 വാർഡുകളിലും ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതാണ് 3000-ലേറെ ആളുകൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നിലയിൽ ജനങ്ങൾ ഇങ്ങനെ നഗരസഭയും താലൂക്ക് ആശുപത്രിയും ഇത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ ഈ നഗരസഭയുടെ പരിധിയിൽ ജനങ്ങൾ തയ്യാറായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 31 വാർഡുകളിലുമായി ഏതാണ്ട് 3000-ലേറെ ആളുകൾ ഈ ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് PS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.